Hey kid, don't ever let them get. ഹലോ വാട്ട്സപ്പ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റർ ഉണ്ടല്ലോ, ഈ മീറ്റർ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കണം. ഓക്കെ, അതാണ് പരിപാടി. ഇപ്പം ഇവിടെ നിന്ന് ഇരുന്ന ക്ലാമ്പും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിൻ്റെ ഹോൾഡറാണ് വെച്ചിട്ടുള്ളത് ഇവിടെ താഴെ. അപ്പം ഡോമിൻ്റെ ഹോൾഡർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ സ്റ്റേ ഒന്നും വരത്തില്ല. ഇപ്പം ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ മീറ്ററും കൂടെ എടുത്ത് ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. കണ്ടോ? ഓക്കെ, സൂപ്പർ ഡ്യൂക്ക്. Inside your head, they'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits, don't be rigid, always work towards a prime. Surround yourself with open minds, people can change your life. A few friends with intent can help you feel alive. Find a passion, take some action, and with a little time, just be patient, make a statement, try to enjoy your life. They'll try to kick you while you're down. They wanna rise up while you drown. They wanna fill your head with doubt. They're silently scared that you'll figure it out. I'll make it look like I'm losing, won't bother hiding my bruises. And when they finally think you're wounded, then it's your chance to be ruthless. അപ്പോൾ ഇതൊരു അഡീഷണൽ ബോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് വയ്ക്കാൻ നേരത്ത് കുറച്ച് ലെങ്ത് വേണം. കാരണം ഈ ക്ലാമ്പ് ഇവിടെ ഹോൾഡ് ചെയ്യാറുള്ള ഇങ്ങനെ, അതുകൊണ്ട് ഇച്ചിരി നീളമുള്ള ബോൾട്ട് തന്നെ വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് ഈ ബോൾട്ട് ഇതിങ്ങനെ ഇട്ടിട്ടിടും. അങ്ങനെയാണ് ഇപ്പുറത്തും വെക്കേണ്ടത്. ഓക്കെ ഗായ്സ്, നമ്മൾ അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് ക്ലാമ്പ്, ഈ രണ്ട് ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ബാക്കിൽ വരുന്ന ക്ലാമ്പാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഹാൻഡിൽ ടൈറ്റ് ആണോ നോക്കുക. ഓക്കെയാണ്, പക്കയാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീറ്റർ ഹാൻഡിൽ വെച്ച് ഇതിൻ്റെ അടിയിലേക്ക് സ്ക്രൂ കൊടുക്കുക സ്ഥലമുണ്ട്, കാണാമോ? സ്ക്രൂവിൻ്റെ സ്ഥലമുണ്ട്. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണാക്കുമ്പം കണ്ടല്ലോ, മീറ്റർ ഹാൻഡിലായി. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം തന്നെ കണ്ടല്ലോ ഈ വ്യൂ എങ്ങനെയുണ്ട്. അല്ലേ? എന്തായാലും ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്യണത് എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ സ്ക്രൂ ഇടുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇതിങ്ങനെ എടുക്കുക, ഇതിൻ്റെ അടി വയ്ക്കുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം കണ്ടോ, ഈ ഷേക്ക് ആവുന്നില്ല, കണ്ടോ, ഫിക്സ്ഡാണ്. മിറേഴ്സ് എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ സൈഡ് സ്റ്റാൻഡ് കിടപ്പുണ്ട്. ഇത് അനങ്ങത്തോലുമില്ല, ഉണ്ടോ, ഷേക്ക് ആവുന്ന പോലുമില്ല. ഇപ്പോൾ കീ ഓണും ഓഫും ചെയ്യാനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ലുക്ക്. അപ്പോൾ ഇവിടെ ഒരു വൈസറും കൂടെ വരും, ഒരു ചെറിയൊരു വൈസർ ഞാൻ ഇതിൻ്റെ അപ്പാച്ചിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഓക്കെ, ഈ വൈസറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഉടനെ എത്തും. ഇപ്പം കേരളം കോവളത്തെത്തിയ ഹൈ ഉടനെ കിട്ടുമല്ലോ. പാക്ട് അറൈവ്ഡ് അറ്റ് ആമസോൺ ഫെസിലിറ്റി കോവളം കേരള. വാവ്! അപ്പോൾ ഇന്ന് തന്നെ കിട്ടും ഗായ്സ്. അപ്പോൾ വൈസർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നാളെ തന്നെ ഇടാം. നാളെ അല്ല, 2-3 ദിവസം കഴിഞ്ഞിടാം, കുഴപ്പമില്ല. 2 ദിവസം കഴിയാം. ഓക്കെ,
ഈ വൈസറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വൈസർ ഇവിടെ വയ്ക്കും. ഇവിടെ വെച്ചതിന് ശേഷം അപ്പോൾ ഇതിവിടെ കവർ ചെയ്ത് വരും. ഇത് കവർ ചെയ്യുന്ന മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു ഷീൽഡ് ഉണ്ട്, മറ്റേ ഇൻഡിക്കേറ്റർ പറഞ്ഞ സാധനത്തിൻ്റെ, അതെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. സൂപ്പർ ഡ്യൂക്കിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ആ സൂപ്പർ ഡ്യൂക്ക് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ഉണ്ടല്ലോ. അത് ഇതേപോലെയാണ് അതിൽ വരുന്നത്. വേറെ ഇരുന്ന് കാണിച്ചത്. ഓക്കെ, ഇതാ ഇവിടെ തട്ടുന്നില്ല, ഇവിടെയും തട്ടുന്നില്ല, കണ്ടോ? ഓക്കെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം ഓക്കെ, ബൈ.